الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്. ശവ്വാൽ മാസം 1 മുതൽ ദുൽഹജ്ജ് 13 കൂടിയ 2.5 മാസക്കാലം ഹജ്ജ് മാസമാണ്. ഹജ്ജിന് പോകുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനുള്ള ഒരുക്കങ്ങളും അത് കൃത്യമായി നിർവഹിക്കാനുള്ള മാനസികമായ സന്നാഹങ്ങളും അറിവും ഒക്കെ ശേഖരിക്കേണ്ട സമയങ്ങളാണ് ഹജ്ജ് മാസം. ഹജ്ജിന് പോകാത്തവരെ സംബന്ധിച്ചിടത്തോളവും ഒരു ചരിത്രപരമായ കണ്ണിയിൽ ഒത്തുചേർന്നുകൊണ്ട് നമുക്കും തൽബിയത്ത് പോലെ തന്നെ നമ്മൾക്ക് കൂടി ചില ചിന്തകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഹാജിമാർ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട സമയം സ്ഥലമെത്തുമ്പോൾ അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു എന്നാണ് പിന്നീടുള്ള അവരുടെ നാവിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ തൽബിയത്ത് ചൊല്ലേണ്ടത് അതിൻ്റെ സ്ഥലത്തും സമയവും ആകുമ്പോഴാണ്. എങ്കിലും ഹാജിമാരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു തൽബിയത്തുണ്ട്.
ഞാനിതാ നിന്റെ വിളി കേട്ട് വരികയാണ്, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണെന്ന തൽബിയത്തിന്റെ ഒരു സ്വരം അവരുടെയൊക്കെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെയും അവരെ ഹജ്ജിന് വിളിച്ചതാണ്. അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ആളുകളെ ഹജ്ജിന് വേണ്ടി വിളിക്കുക എന്ന കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി വിളിച്ചു. ആ വിളി യുഗാന്തരങ്ങളായി, നൂറ്റാണ്ടുകളായി കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് ആ മഹാഭാഗ്യം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിതാ വിളി കേട്ട് വരുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ആ ഒരു സ്വരം, ഞങ്ങൾ വിളി കേട്ട് വരുന്നു, ഞങ്ങളിതാ നിന്റെ വിളി കേട്ട് വന്നിരിക്കുന്നു, ഇവിടെ എത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് എത്തുക. നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി കേൾക്കുന്ന സന്ദർഭം തന്നെയാണ് എപ്പോഴുമെങ്കിലും ഈ സന്ദർഭത്തിലും കൂടി പ്രത്യേകമായി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രാത്രി നമസ്കാരങ്ങളിൽ ലബ്ബൈക വസഅദൈക വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക വശർറു ലൈസ ഇലൈക അല്ലാഹുമ്മ അന ബിക വമിൻക തബാറക വതആലൈത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് ഒരു ലബ്ബൈക റസൂലും രാത്രി നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ വജ്റത്തു തുടങ്ങുന്ന ആ പ്രാർത്ഥനയിൽ ചെല്ലാറുണ്ടായിരുന്നു. ലബ്ബൈക വസഅദൈക, അള്ളാഹുവിന്റെ വിളി കേട്ട്, അള്ളാഹുവേ നിന്റെ വിളി കേട്ട് ഞാനിതാ വന്നിരിക്കുന്നു, നിന്റെ ഭാഗ്യത്തിന് വേണ്ടി, ഇരട്ട ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഞാനിതാ വന്നിരിക്കുന്നു. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക, എല്ലാ നന്മയും നിന്റെ കയ്യിൽ മാത്രമാണുള്ളത്, ആ നന്മ വാങ്ങാൻ വേണ്ടി ഞാനിതാ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. വശർറു ലൈസ ഇലൈക, ഷർറ് നിന്റെ അടുക്കൽ ഇല്ല, എന്നിലേക്ക് ഷർറ് വരികയുമില്ല, നിന്റെ ഖൈറിന് വേണ്ടി വന്നിരിക്കുന്നു എന്ന് എല്ലാ രാത്രി നമസ്കാരങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലബ്ബൈക ചൊല്ലാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. ആ ഒരു ലബ്ബൈകയുടെ അല്ലാഹു യദഊ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, അല്ലാഹു നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ദാറുസ്സലാമിലേക്ക്. ഹാജിമാരെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്, കഅബയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഹാജിമാരടക്കമുള്ള എല്ലാ മനുഷ്യരെയും വല്ലാഹു യദഊ, അള്ളാഹു നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ചില വിളികൾ നമ്മൾ ഉറക്കെ കേൾക്കാറുണ്ട്, ഹയ്യാലൽ സ്വലാ, ഹയ്യാലൽ ഫലാഹി, അതൊരു വിളിയാണ്. വിജയത്തിലേക്കും നമസ്കാരത്തിലേക്കും വരൂ, അള്ളാഹുവിന്റെ വിളി. ഓരോ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഹറാമും ഹലാലും ശരിയും തെറ്റും വേർതിരിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു വിളി നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. ഒരു ലബ്ബൈക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും നമ്മളും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. നമുക്കൊന്ന് ദുആ ചെയ്യണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ച് കിട്ടണമെങ്കിൽ ആ ദുആക്ക് മുമ്പ് ഒരു സ്വലാത്ത് ചെല്ലണം എന്ന് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് അങ്ങോട്ട് കൈ ഉയർത്തി ചെല്ലുകയാണെങ്കിൽ പോലും ഇബ്രാഹിം നബിക്ക് കൊടുത്ത പോലെ പഠിച്ചവനെ എനിക്കും മുഹമ്മദ് നബിക്കും നീ കരുണ നൽകണം എന്ന് സലാത്ത് ചൊല്ലിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു വേഗം കേൾക്കും, ഉത്തരം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൻ സല്ലാ അലയ്യ സലാത്തൻ ഉസല്ലി അലൈഹി മിഅത സലാത്ത്, എനിക്കൊരു സലാത്ത് ചൊല്ലിയാൽ ഞാൻ അവന് 100 സലാത്ത് അനുഗ്രഹം നൽകുമെന്ന
ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സലാത്തും ഈ സലാത്ത് ഇബ്രാഹിമിയാണ്. അപ്പോൾ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമുക്കൊക്കെ തന്നെ സലാത്തുണ്ട്. തശഹ്ഹുദിൽ ഒരു സലാത്ത്, അത്തഹിയ്യാത്തുൽ നമുക്കൊരു സലാത്തുണ്ട്. ഇബ്രാഹിമി മില്ലത്ത് എപ്പോൾ ഓർക്കുന്നോ അവിടേക്ക് ഒരു സലാത്ത് നമുക്കുള്ളത് ഇബ്രാഹിം നബിയുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധമാണ്. ലോകത്തുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും പിതാവ് എന്നാണ്. ഇബ്രാഹിം നബിക്ക് ശേഷമുള്ള അമ്പിയാക്കന്മാരുടെ അബുൽ അംബിയ ആണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അറിയപ്പെട്ട എല്ലാ മതങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ താവഴിയിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ ആ ഇബ്രാഹിം നബിയിലേക്കുള്ള ഒരു വിളി, ആ വിളി നമ്മളെല്ലാവരും ഹജ്ജിന് പോകുന്നവരും അല്ലാത്തവരും കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദീനിലേക്ക് മടങ്ങാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചുകൊണ്ട് ദീനിലേക്ക് മടങ്ങുക. ആ ഇബ്രാഹിം നബിയെ നമ്മൾ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ഹജ്ജിന് പോയാലും ഇല്ലെങ്കിലും ദുൽഹജ്ജ് മാസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഒരു വ്യക്തിത്വം തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ അനുയായികളൊന്നും ഉണ്ടായതായിട്ട് ചരിത്രത്തിലില്ല. ഖുർആൻ തന്നെ പറയുന്നത് ഫാമന ലഹു ലൂത്തുന്ന, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായ ലൂത്ത് നബി അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ലൂത്ത് നബിന്റെ അനുയായികളും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽപ്പെട്ടവരും മാത്രമേ വിശ്വാസികൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ചരിത്രത്തിൽ. ഒരുപാട് അനുയായികളുള്ള ഒരു മഹാപ്രവാചകൻ, ജനങ്ങളുടെ മുന്നിൽ നടന്നിരുന്ന, പിന്നിൽ ഒരുപാട് ആളുകളുള്ള ഒരു പ്രവാചകനായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷേ എത്രയോ പ്രവാചകന്മാരെക്കാളും സയ്യിദുൽ അംബിയ ആയി, നബിമാരുടെ നേതാവായി അദ്ദേഹത്തെ അല്ലാഹു തആല വാഴ്ത്തിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ച ഒരു ദീന്, മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ദീൻ, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തന്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന ദീനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വെച്ചത്. ആ ദീന് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു വലിയ കുടുംബത്തിൽ പറന്ന് ആ വാപ്പന്റെയും ഉമ്മന്റെയും സംരക്ഷണത്തിൽ വളർന്നയാളല്ല. വാപ്പ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ വ്യക്തിയാണ്. പിന്നീട് ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നില്ല. നാട്ടുകാരെല്ലാം ആട്ടിപ്പുറത്താക്കി തീയിലിട്ട് കരിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മുടെ എല്ലാം നബിമാരുടെ ഉപ്പയാണ്. അദ്ദേഹത്തിന്റെ ആദർശത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്, വമൻ അഹ്സനു ദീനൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതാപമോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ എത്ര ആളുണ്ട് എന്നുള്ള നമ്മുടെ ശക്തിയെ ഒന്നുമല്ല, നമ്മുടെ ദീനാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രധാന സഹോദരങ്ങളെ. ആ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ശരിയും തെറ്റും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയുക. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴൊതുക്കുക. ഏതൊരു സന്ദർഭവും ഏത് സമയവും വരുമ്പോഴും പഠിച്ചവന്റെ കൽപ്പനക്ക് അനുസരിച്ചിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. അതാ മൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, എല്ലാ രംഗത്തും നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനേക്കാളും ഏറ്റവും ദീന് നന്നായവൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ നേർക്കുനേരെയുള്ള മതം പിൻപറ്റുകയും ചെയ്തവൻ. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ മാർഗമാണ്. ആ ഇബ്രാഹിം നബിയുടെ മാർഗമാണ് ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ളവരെല്ലാവരും നമ്മളെ പഠിപ്പിച്ചത്. അതാണ് ലബ്ബൈക ഹനീഫൻ, നേർക്കുനേരെ അള്ളാഹുവിലേക്ക് തിരിയുക. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ, എന്റെ മുഖത്തെ ഞാൻ നേർക്കുനേരെ അള്ളാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. എന്റെ രക്ഷ, എന്റെ പ്രതീക്ഷ, എന്റെ ദുനിയാവിലെ കാര്യങ്ങൾ നേടിക്കിട്ടാൻ, എന്റെ പരലോകം രക്ഷപ്പെട്ട് കിട്ടാൻ
ആരുടെ പിന്നാലെയും ഒരു പാർട്ടിയുടെയും ഒരു വിഭാഗത്തിന്റെയും പിന്നാലെ പോയാൽ മാത്രം പറ്റില്ല. പഠിച്ചവൻ എനിക്ക് ഹിദായത്ത് തരണം, അള്ളാഹുവിനോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കണം. അതാണ് ലബ്ബൈക. ഹാജിമാര് നോക്കുമ്പോൾ ലോകത്തിന്റെ നാനാ മടക്കുകളിൽ നിന്നും മുക്കുമടക്കുകളിൽ നിന്ന് മുക്കുമൂലകളിൽ നിന്ന് എല്ലാവരും ലബ്ബൈക്ക് 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 ഏകനായ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ആ കഅബത്തിന്റെ ചുറ്റിലേക്ക് നടക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെയൊക്കെ ഒരു ഏകത്വമുണ്ട്. പഠിച്ചവൻ ഉണ്ടാക്കിയ വീട്, ആ വീടിന്റെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മളൊക്കെ കണ്ടീനങ്ങള് ലോകത്തിന്റെ ഓരോ നിമിഷത്തിലും ആളുകൾ ഓരോ നിമിഷവും ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ നിമിഷവും ലോകത്തിന്റെ എല്ലാ മൂക്കുമൂലകളിൽ നിന്നും ളുഹറായിട്ടോ അസറായിട്ടോ, ഇപ്പൊ നമ്മള് ളുഹറാണ് ജുമയാണ് നിസ്കരിക്കാൻ പോകുന്നതെങ്കിൽ ചിലപ്പോ ഈ സമയത്ത് ഇശാ നിസ്കരിക്കുന്നവരുണ്ടാവും. സമയം മാറി വരുന്നതിനനുസരിച്ച് ഭൂമിയിൽ എല്ലാവരും അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന തൗഹീദ്, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചത്. അതാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത് ഇബ്രാഹിം. ഏകനായ അല്ലാഹു അല്ലാതെ എനിക്ക് നേർച്ച നേരാനോ എനിക്ക് ബലികർമ്മം നടത്തി അർത്ഥ കൊടുക്കാനോ എന്റെ കാര്യങ്ങൾ രക്ഷിക്കാനോ എനിക്ക് ഏതെങ്കിലും പഠിച്ചവന്റെ പെട്ടിയിലല്ലാതെ ഏതെങ്കിലും ശൈഖുമാരുടെ മഹാന്മാരുടെ പെട്ടിയിലിട്ട് എന്റെ രോഗം മാറ്റാനോ ആരെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കാനോ പാടില്ല. അള്ളാഹു മാത്രമാണ് എന്റെ രക്ഷകൻ. ഇതാണ് തൗഹീദ്. ഈ തൗഹീദ്, ഈ ഏകദൈവ വിശ്വാസമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിമിന്റെ ആ നേരെ ചൊവ്വയുള്ള പഠിച്ചവന്റെ മാർഗം. അതാണ് പിൽക്കാലത്ത് ജനങ്ങൾ ബിംബങ്ങളിലേക്ക് പോയി, മഹാന്മാരിലേക്ക് പോയി, ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ മഹാന്മാരിലേക്ക് പോയി വലിയ അത്ഭുത കൃത്യങ്ങൾ ചെയ്യുന്ന അത്ഭുത മനുഷ്യന്മാരിലേക്ക് പോയി അവന്റെയൊക്കെ പലരുടെയും പ്രാർത്ഥനയും രക്ഷാനേട്ടങ്ങളും അള്ളാഹുവിൽ നിന്ന് ഭിന്നിച്ച് പലതരത്തിലുള്ള വിശ്വാസങ്ങളിലേക്കും പദവികളിലേക്കും കല്ലുകളിലേക്കും മനുഷ്യന്മാരിലേക്കും എല്ലാ മതക്കാരും മാറ്റിക്കളഞ്ഞു. അതിൽ നിന്ന് മാറി ലബ്ബൈക്ക് അള്ളാഹുവേ നിന്നെ മാത്രം ആരാധിക്കുന്നു. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അതാ അല്ലാഹു തആല പറഞ്ഞത് ഇബ്രാഹിമ ഹനീഫൻ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു തആല ഇബ്രാഹിമിനെ ഖലീലാക്കിയിരിക്കുന്നു, ചങ്ങാതിയായിരിക്കുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ വീട്, ആ ഇബ്രാഹിം നബി പഠിപ്പിച്ച ദീന്, ആ ഇബ്രാഹിം നബിയുടെ ആ ഒരു വിശ്വാസം, അത് നമ്മൾ നേടിയെടുക്കാൻ ഇബ്രാഹിമിന്റെ കൂടെ ആളുണ്ടായിരുന്നില്ല. ബാപ്പ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളും നാഥനും ചോദിക്കാനില്ലാത്തൊരു മനുഷ്യനാണ്. എന്നിട്ട് പോലും ഭരണകർത്താക്കൾ അടക്കം കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. എന്നിട്ട് പോലും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മുടെ നാവിൽ ഇബ്രാഹിമിന്റെ പേരില്ലാതെ ഒരു ദിവസം പോലും നമ്മൾക്ക് കഴിയുന്നില്ല. അതാണ് സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ പിൻപറ്റി ജീവിക്കണമെന്ന് ഞാൻ എന്നോട് കൽപ്പിച്ചത്. അപ്പൊ ഇബ്രാഹിം നബിയിൽ ലബ്ബൈക്കും ഹജ്ജും അതൊക്കെ ഹാജിമാർക്ക് മാത്രമുള്ളതല്ല, നമുക്കും ഈ ഒരു കാലഘട്ടം ഇബ്രാഹിം നബിയുടെ മാർഗത്തിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഒരുപാട് മാതൃക തൗഹീദിന് ശക്തിയായി ആരൊക്കെ എനിക്കെതിരായാലും അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കുകയില്ല എന്ന ആ വിശ്വാസത്തിന്റെ ഈമാനിന്റെ ആ ഉറപ്പ് തന്നെയാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം. അതോട് ഒരുപാട് പാഠങ്ങൾ. അതിഥികൾ വരുന്നു, മലക്കുകൾ അതിഥികളായി തന്റെ അടുക്കലേക്ക് വരുന്നു. രണ്ട് മനുഷ്യന്മാര് മലക്കുകളാണ്. അത് ഇബ്രാഹിം നബി അറിയില്ല. അതിഥികളായി വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വേഗം അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ഒരു മോരിക്കുട്ടിയെ, ഒരു ചെറിയ കാളക്കുട്ടിയെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ആതിഥ്യ മര്യാദ. ആ മനുഷ്യൻ അറിയില്ല, അമ്പിയാക്കന്മാരുടെ പിതാവായ ഇബ്രാഹിം നബി അറിയില്ല ഇത് മനുഷ്യരാണ്, അതിഥികളല്ല, മനുഷ്യന്മാരല്ല, മലക്കുകളാണെന്ന്. എന്നിട്ട് ആ ഭക്ഷണം ഭക്ഷണം വിളമ്പിക്കൊണ്ടുവന്നു വെച്ച ഭക്ഷണത്തിലേക്ക് കൈ നീളാതെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഭയം. ഇതെന്താ നിങ്ങൾ തിന്നാത്തത്, നിങ്ങൾ കൈ പൊങ്ങാത്തത് എന്താ ഭക്ഷണത്തിലേക്ക്? അപ്പൊ അവര് പറയുന്നു, ഇത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ്, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ തിന്നൂല.
ഇതിലൊരു തൗഹീദുണ്ട്. എന്താണ് തൗഹീദ് എന്നറിയാമോ? നമ്മൾ ആളുകളുടെ വിശ്വാസം ആ ജാർത്തുങ്കലാണ് ചെന്നാൽ ഓലി നമ്മളെ കാര്യങ്ങളൊക്കെ അറിയും, നമ്മൾ പറയുന്നതൊക്കെ മരിച്ചെടുക്കേണ്ട കേട്ടിട്ട് നമ്മളെ കാര്യം പരിഹരിച്ചു തരും എന്നാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിദ്ധന്റെ അടുക്കൽ ചെന്നാൽ ആണോ പെണ്ണോ നമ്മളെ കാര്യങ്ങളൊക്കെ അവർ മറിഞ്ഞ കാര്യങ്ങൾ അറിയുമെന്നാണ്. ഇബ്രാഹിം നബി അബുലംബിയ ആയ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ മലക്കുകൾ വന്ന് എന്നിട്ട് അദ്ദേഹം ഒരു മൃഗത്തെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കുച്ച് അവർ തിന്നുന്നില്ല കണ്ടപ്പോഴാണ് അള്ളാഹു താല പറഞ്ഞത്, മലക്കുകൾ പറഞ്ഞത് ഞങ്ങൾ മലക്കുകൾ. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. അപ്പൊ ഈ ഗൈബിയായ അറിവ് മനുഷ്യന്മാർക്കുണ്ട്, മഹാന്മാർക്കുണ്ട്, മരിച്ചുപോയവർക്കുണ്ട് എന്നുള്ള വിശ്വാസമാണ് മനുഷ്യനെ തൗഹീദിൽ നിന്ന് തെറ്റിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ കൂടി അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചു. അപ്പൊ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത്? ഇന്ന ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം വളരെ പിഴച്ചുപോയി, അവരെ നശിപ്പിക്കാനാണ് വന്നത്, അവർക്ക് അദാബ് കൊടുക്കാൻ അല്ലാഹു തആല പറഞ്ഞയച്ചതാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സദൂമിലെ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിനെ ശിക്ഷിക്കാൻ വന്നതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മറുപടി ഇന്ന ഫിഹാ ലൂത്തൻ, മലക്കുകളെ അവിടെ ലൂത്ത് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും ഉണ്ടല്ലോ. അതായത് ഒരു മനുഷ്യരോടുള്ള ആരും ശിക്ഷിക്കപ്പെടരുത്, ആരും ഉപദ്രവിക്കപ്പെടരുത്, ആർക്കും വേദന തോന്നരുത്, വേദനിക്കരുത്, ആരും അപകടത്തിലാവരുത്, അവരൊക്കെ വിശ്വാസികളായി മാറണമെന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ നല്ല ഒരു ചിന്ത നമുക്ക് വലിയൊരു പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. എന്താണത്? മറ്റുള്ളവർ നശിച്ചു പോകുന്നതിൽ ഇഷ്ടപ്പെടല്ല. നമ്മൾ മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടി ജീവിക്കുകയാണ്. നമ്മളൊരു സാധാരണ മനുഷ്യന്റെ ഒരു സ്വഭാവം, ഓലൊക്കെ എന്തായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്കെന്താ, നമ്മളെ കാര്യം ശരിയാക്കിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടാൽ മതി, വേറുള്ളവർക്ക് ഒന്നും കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ വേറുള്ളവരെ സഹായിക്കണമെന്നില്ല, അല്ലെങ്കിൽ വേറുള്ളവരുടെ വേദനയിൽ പങ്കുചേരണം എന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയല്ല ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർ ഇന്ന ഫിഹാ ലൂത്തൻ, അവിടെ ലൂത്തുണ്ട്, നിങ്ങളവരെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ, ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ജീവിക്കാൻ എപ്പോഴും ഇബ്രാഹിം നബിയെ പിൻപറ്റുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾക്ക് പ്രയോജനമുള്ളവരായിരിക്കണം. ജനങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവരുത്. ഒരു ജനാസയും കൊണ്ട് സഹാബിമാര് ഖബർസ്ഥാനിലേക്ക് ബഖീയിലേക്ക് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുസ്തരീഹുൻ മുസ്തറാഹുൻ മിൻഹു. സാന്ദർഭികമായി അവരെ നബി ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. മുസ്തരീഹ്, ചില ആൾക്കാർ മരിച്ചാൽ അവര് വിശ്രമത്തിലേക്കാണ് പോകുന്നത്. കാരണം ഈ ദുനിയാവിലുള്ള വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെയാണ് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക്, സ്വർഗത്തിന്റെ ആ അനുഭൂതിയിലേക്ക് പോവുകയാണല്ലോ. ഒരു റാഹത്തുള്ളവനാണ് ചില ആളുകളുടെ മരണം. വേറെ ചില ആളുകൾ മുസ്തറാഹും മിൻഹു, അവനെ കൊണ്ട് ജനങ്ങൾക്ക് റാഹത്താവും. മരിച്ചു കിട്ടിയാൽ അവന്റെ നുൽമും അവന്റെ ഉപദ്രവം കൊണ്ടും കുടുംബത്തിനും ഓരോട് മരിച്ചാൽ ഒരു സുഖം കിട്ടും, നാട്ടുകാർക്കും സുഖം കിട്ടും, അവന്റെ നുൽമ ഭരിക്കുന്ന എല്ലാവർക്കും മരിച്ചു കിട്ടിയാൽ സുഖമാകും എന്നുള്ള ചില മരണം അങ്ങനെയുമുണ്ട്. നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി പറയാണ്, നിങ്ങളുടെ മരണം ജനങ്ങൾക്ക് ഒരുപാട് നന്മയിൽ നിന്നുള്ള നഷ്ടമാവണം. നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്യണം, ജനങ്ങൾക്ക് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ജനങ്ങൾക്ക് നന്മകൾ നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാ നന്മകളും ചെയ്യണം. അല്ലാതെ നമ്മുടെ മരണമൊന്നും, നമ്മളൊന്ന് മരിച്ചു കിട്ടിയത് മറ്റുള്ളവർക്ക് ഒരു സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തി എന്നാവരുത്. ഒരു മരിച്ചിട്ട് ഞാൻ ഉൽമുണ്ടാവില്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ലം യഹ്തമ്മ ബിഅംറിൽ മുസ്ലിമീൻ ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളായ സഹജീവികളായ ആളുകളുടെ പ്രയാസങ്ങളെ പറ്റി ചിന്തിക്കാത്തവൻ, അതിൽ സഹായം ചെയ്യാത്തവൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനല്ല. മുസ്ലിം ആണെങ്കിൽ അവൻ പരസ്പരം സഹായിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യം അതാണ്. അവിടെയുള്ള ലൂത്തിന്റെ ആളുകൾ നശിച്ചു വെച്ചിട്ട് എനിക്കെന്താ എന്ന് ഫലസ്തീനിൽ ഇരുന്ന് പറഞ്ഞതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവിടെ ലൂത്തുണ്ട്, അയാളെ വിശ്വാസികളുണ്ട്, നശിപ്പിക്കരുത്. അപ്പോഴാണ് ചില നശിപ്പിക്കപ്പെടേണ്ട ആളുകളുണ്ട്, അവരെ നശിപ്പിക്കും, ലൂത്തിനെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തുമെന്ന് മലക്കുകൾ പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സമാധാനമടഞ്ഞത്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയിലൊക്കെ തന്നെ
എന്റെ കാര്യം രക്ഷപ്പെടണേ എന്നല്ല. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, നിസ്കാരം നിലനിർത്തുന്ന, കാരണം നമസ്കാരമാണ് നമ്മുടെ ദീനിൽ നിലനിർത്തുന്ന ഒരു ആരാധന. അപ്പൊ എന്നും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണമേ. വമിൻ ദുരിയത്തി, എന്റെ മക്കളെയും. സഹോദരങ്ങളെ, നമ്മളെ മക്കളൊക്കെ കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മളെ മക്കൾക്ക് നമ്മൾ ദീന് പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്ന ദീൻ അവരുടെ തലയിൽ കയറുന്നില്ല. അവർ പഠിക്കുന്നതും അവർ കാണുന്നതും അവർ അനുഭവിക്കുന്നവരും അവരുടെ മാതൃകയും വേറെ ഏതോ സമൂഹമാണ്, അപകടത്തിലേക്ക് നീങ്ങുന്ന സമൂഹമാണ്. അവരുടെ പിന്നാലെയാണ് നമ്മുടെ മക്കൾ നീങ്ങുന്നത്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടുന്ന, അവർക്കൊരു ദീനി ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം, അതിനുള്ള ഒരു സംവിധാനങ്ങളെ പറ്റിയൊക്കെ ആളുകൾ അകന്നു പോവുകയാണ്. എങ്ങനെങ്കിലും ഓരെങ്ങനെയും ജീവിച്ചോട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെയല്ല. ഒമിൻ ദുരിയത്തി, റബ്ബേ എന്റെ മക്കളെ എന്നെ നീ നന്നാക്കണം. ഒമിൻ ദുരിയത്തി, എന്റെ മക്കളെയും നീ നന്നാക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ഖുർആനിൽ നിലനിർത്തി അല്ലാഹു തആല. എന്നും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ താഴെ തലമുറക്ക് വേണ്ടി, അവരൊക്കെ നന്നായി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നിങ്ങനെയുള്ള ഒരുപാട് നല്ല പാഠങ്ങൾ ദുൽഹജ്ജ് മാസത്തിനോട് അടുക്കുമ്പോൾ ഹജ്ജ് മാസത്തിൽ നമുക്ക് അല്ലാഹു തആല ഖുർആനിൽ കൂടി തരുന്നുണ്ട്. അപ്പൊ ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഹാജിമാർ ഹജ്ജിന് പോകുന്നതോടൊപ്പം ഹാജിമാരെ യാത്ര അയക്കുന്നവരും ഹജ്ജ് മാസത്തിൽ നമ്മളും ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം നൽകി നമ്മൾ ഓരോ കാര്യത്തിലും ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന ഒരു നിത്യ തഖ്വയുടെ ബോധം നമുക്കിതിൽ ഉണ്ടായിരിക്കണം. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അപ്പോൾ ചൊവ്വാലായി, ഇനി അടുത്ത മാസം പെരുന്നാളാണ്. നമുക്ക് ഉദയ്യത്ത് ഇറക്കണം, പിന്നെ പെരുന്നാൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ നമ്മൾ പ്ലാൻ ഇടേണ്ടത് ആവശ്യമാണ്, ഇടുകയും ചെയ്യണം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട, നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഇത്തരം ചിന്തകൾ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മളിപ്പോ ചെല്ലുമല്ലോ, നമ്മൾ ചെല്ലല്ലോ സുന്നത്ത് നിസ്കരിച്ചപ്പോൾ, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണമേ. അത് ഇബ്രാഹിം നബിയാണ് അതിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ഇബ്രാഹിം നബിയുടെ കൂട്ടത്തിൽ പെടുത്തണമേ എന്ന് നമ്മൾ ഫാത്തിഹയിൽ ഓതുമ്പോ ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ഓർമ്മകൾ ആജിമാർക്കെന്ന പോലെ അവരവിടെ ചെന്ന് ആ കാൽപ്പാടുകൾ പിന്തുടരുമ്പോൾ നമുക്കും കൃത്യമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാൽപ്പാടുകൾ ഉണ്ടാവണം. ഇബ്രാഹിം നബി നമുക്ക് ബാക്കി വെച്ചതാണ് കഅബ. അദ്ദേഹവും മകനും കൂടി ഉണ്ടാക്കിയ കഅബ നമുക്ക് ബാക്കി വെച്ചു. ആ കഅബയിൽ ചെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവിടെയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്, അവിടേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ലോകത്തുള്ള കോടാനുകോടി മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നത്. ഇബ്രാഹിം നബി ബാക്കി വെച്ച കഅബയെ നമ്മളൊന്ന് ദുആ ചെയ്യണമെങ്കിൽ പോലും ഖിബലയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് നമസ്കരിക്കുമ്പോ, ദുആ ചെയ്യുമ്പോ, ജനങ്ങൾ നമസ്കരിക്കുമ്പോ അവിടെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ബാക്കിയിരിപ്പുകളുണ്ട്. നമുക്കെന്താ ബാക്കിയിരിപ്പുള്ളത്? നമ്മുടെ മക്കൾ സാലിഹ്യങ്ങളായി ബാക്കിയിരിപ്പുണ്ടോ? നമ്മൾ എന്തെങ്കിലും നാടിനും സമൂഹത്തിൽക്കും വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടോ? മൻ ബനാലില്ലാഹി മസ്ജിദൻ കമഫ്ഹസി ഖത്റത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹ്ക്ക് വേണ്ടി ഒരു കാടപ്പക്ഷിക്കിരിക്കുന്ന ഒരു പിടി മണ്ണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും അള്ളാഹിന്റെ വീടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ, മാറ്റിവെച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുമെന്ന് അല്ലാഹു തആലയുടെ റസൂൽ പഠിപ്പിച്ചു. നമ്മൾ എന്താ നമുക്ക് വേണ്ടി ബാക്കി വെച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ബാക്കി വെച്ചു ആ കഅബ. അതാണ് യുഗാന്തരങ്ങളായി ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്നതും നമ്മൾ നമസ്കരിക്കുന്നതും. ഇബ്രാഹിം നബിയുടെ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? നമ്മുടെ അള്ളാഹുവിന്റെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ വീടുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സാധുക്കൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ബാക്കി വെച്ചു? അൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ ഖൈറുൻ അമല. നമ്മൾ മരിച്ചാലും നമ്മൾ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലം, അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം.
നമ്മൾ ഈ ഇരിക്കുന്ന ഈ കാർപ്പറ്റ്, നമ്മൾ ഈ ഇരിക്കുന്ന ഈ റൂഫ്, ഇതിന്റെ മേലെയുള്ള റൂഫ് നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ബാക്കി വെച്ചതാണ്. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ബാക്കി വെച്ചതാണ്. അവർ മണ്ണായി പോയി, ജനങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിലും അവർ വിരിച്ചതിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. ആ വിരിച്ച തണലിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവർ തന്ന സൗകര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ എന്ത് കൊടുത്തു? അള്ളാഹുവിന് ബാക്കി വെച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഓർമ്മകൾ പുതുക്കുമ്പോ വല്ലതും ബാക്കി വെക്കണം, എന്തെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവുക. അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ച് അവനോട് മാത്രം, അവനിലേക്ക് മാത്രം തിരിഞ്ഞ്, അള്ളാഹുവെ നിന്നിലേക്ക് ഇതാ നിന്റെ വിളി കേട്ട് ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു തആല അതിനുള്ള ആത്മാർത്ഥമായി ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് സമാധാനവും ശിഫയും അള്ളാഹു നൽകുമാറാവട്ടെ. മരിച്ചവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും നാളെ സ്വർഗ്ഗപൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر للمؤمنين والمؤمنات برحمتك يا أرحم الراحمين.